പത്താമത്തെ ചോദ്യം ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ് മെട്രിക്സ് x3 - 2 4 മൈനസ് മെട്രിക്സ് 1 3 2 - 2 ഈക്വൽ ടു 2 ഇൻറ്റു മെട്രിക്സ് 1 0 y3. നമുക്കൊരു മെട്രിക്സ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് സൈഡിലും പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻസ് ചെയ്ത് നമ്മൾ ഇതിനെ ഓരോ സിംഗിൾ മെട്രിക്സുകളാക്കി മാറ്റണം. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു മെട്രിക്സിൽ നിന്നും വേറൊരു മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ എലമെൻസിനെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് 1, അതുപോലെ തന്നെ 3 - 3 നമുക്ക് അതിനെ 0 എന്ന് എഴുതാം. -2 - 2 -4 ആണ് നമുക്കറിയാം. 4 - 2 4 + 2 6 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മെട്രിക്സിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതി. റൈറ്റ് സൈഡിൽ 2 കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. അപ്പോൾ എല്ലാ എലമെൻസിനും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 1 2 എന്ന് വരുന്നു. 2 × 0 0 എന്ന് വരുന്നു. 2 × y 2y 2 × 3 6 എന്ന് വരുന്നു. ഇനി നമുക്ക് കാണേണ്ടത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഇക്വേറ്റിംഗ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമുക്ക് കിട്ടും എക്സ് മൈനസ് 1 ഈക്വൽ ടു 2, അതുപോലെ തന്നെ -4 ഈക്വൽ ടു 2y എന്നും കിട്ടും. എക്സ് മൈനസ് 1 ഈക്വൽ ടു 2 എന്നും അതുപോലെ തന്നെ -4 ഈക്വൽ ടു 2y എന്നും കറസ്പോണ്ടിങ് പൊസിഷനിൽ കിടക്കുന്ന എലമെൻറ്റുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. എക്സ് മൈനസ് 1 ഈക്വൽ ടു 2 എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു -1നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 2 + 1 എന്ന് വരും, അതായത് 3 എന്ന് വരും. അതുപോലെ തന്നെ 2y ഈക്വൽ ടു -4 എന്നാണ് ഇപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. 2y ഈക്വൽ ടു -4 എന്നാണെങ്കിൽ നമുക്ക് പറയാം y ഈസ് ഈക്വൽ ടു -4/2, അതായത് -2 ആണ്. നമ്മുടെ ആൻസർ x ഈക്വൽ ടു 3, y ഈസ് ഈക്വൽ ടു -2. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എയും ബിയും മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് കാണാനാണ്. എ ഇൻറ്റു ബി എന്ന മെട്രിക്സ് കാണാനാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആണ്. 5 - 2 3 ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു റോ മെട്രിക്സ് ആണ്. അത് 2 - 1 - 3 ആണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആദ്യത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 3/1 ആണ്, 3 റോയും 1 കോളവും. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 1/3 ആണ്, അതായത് 1 റോയും 3 കോളവും. ഇവിടെ ഈ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ മെട്രിക്സിൻ്റെ ഓർഡർ 3/3 ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ ഈ മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അവിടെ വരുന്ന എലമെൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആകെ റോയിലും കോളത്തിലും ഓരോ എലമെൻറ്റ്സ് വീതമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ മാത്രമേ ഉള്ളൂ, ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 5 × 2 10 ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇനി സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവിടെ വരുന്ന എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ എലമെൻറ്റ് വീതമേ ഉള്ളൂ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 5 × -1 അതായത് -5. ഇനി അടുത്ത എലമെൻറ്റ് ഫസ്റ്റ് റോ തേർഡ് കോളം, അതായത് 5 × -3 -15. വീണ്ടും സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2 × 2 -4. സെക്കൻഡ് റോ സെക്കൻഡ് കോളം -2 × -1 2. സെക്കൻഡ് റോ തേർഡ് കോളം -2 × -3 6. തേർഡ് റോ ഫസ്റ്റ് കോളം 3 × 2 6. തേർഡ് റോ സെക്കൻഡ് കോളം 3 × -1 -3. തേർഡ് റോ തേർഡ് കോളം 3 × -3 -9. ഇതാണ് നമുക്ക് എ ബി എന്ന മെട്രിക്സ് ആയിട്ട് കിട്ടുന്നത്. എ ബി എന്നത് ഒരു 3/3 മെട്രിക്സ് ആണ്. 3 റോയും 3 കോളവും വരും.